ഇപ്പൊ സൂസുവിന്റെ പ്രോപ്പൊക്കെ എവിടെയുണ്ട്? ഒന്ന് രണ്ടൊക്കെ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്, കുറേ അവിടെ തന്നെ ഉണ്ട്. കാര്യം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചില്ലല്ലോ, എവറി 6 months വി സ്റ്റാർട്ടഡ് ഷൂട്ടിങ്. ഇതിന് റഷസ് കണ്ട് ഞാൻ എത്ര ചിരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് എസ്ആർക്കി ഒന്ന് പുഷ് ചെയ്യും പുള്ളിനെ. എന്തെങ്കിലും ഒന്ന് നോക്കടാന്നുള്ള രീതിയിൽ പുള്ളി നോക്കില്ല, പുള്ളി വീണ്ടും ഓടും. അൺബിലീവബിൾ. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് ഹീസ് where he is today. Badsha, you brought the pug revolution in India. Second option was pug. Pug എന്നാരും കണ്ടിട്ടില്ല. മൂന്ന് മണിക്കൂർ കൊണ്ട് പറയാവുന്ന ഒരു കഥേനെ വെറും 30 സെക്കൻഡ് കൊണ്ട് കഥ പറഞ്ഞു തരുന്ന ഒരു ക്രിയേറ്റീവ് എസ്തെറ്റിക് ആർട്ട് ഡയറക്ടറാണ് റൈറ്റ് നൗ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, പ്രകാശ് സാർ. ഒരുപാട് വർഷമായിട്ട് ഞാൻ സാറിന് തപ്പി നടക്കുമായിരുന്നു. ഫ്രം നമ്മുടെ സൂസു ആഡ്, അതേപോലെ തന്നെ ആ ഒരു ഹച്ചലി ആ ഒരു പഗ്ഗ. റീസെൻ്റ്ലി ഐ സോ നസ്രിയ ആൻഡ് ഫഹദ് ഐസ്ക്രീമൊക്കെ പിടിച്ചിട്ട് വി ആർ ലൈക്ക് സോ ഫാസിനേറ്റഡ് ആ ഒരു ആഡ് വേൾഡിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക്. വൺസ് അഗൈൻ വെൽക്കം ടു ക്ലബ് സർ. ഹലോ സാറ് മലയാളിയാണ്, ആലപ്പുഴക്കാരൻ. ഒരു ചെറിയൊരു ഇൻട്രോ സാറിൻ്റെ ഒരു ഇൻട്രോ. ഞാൻ പറഞ്ഞ ശരിയായിട്ട് ആലപ്പുഴയിലാണ് പഠിച്ചത്, സ്കൂള് കോളേജൊക്കെ. എൻ്റെ അച്ഛൻ അവിടെ കോളേജിൽ ഫിസിക്സ് പ്രൊഫസറായിരുന്നു. അമ്മ മട്ടാഞ്ചേരിയിൽ ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്നു. എൻ്റെ ബ്രദറും ഓൾസോ സ്റ്റഡീഡ് ഇൻ ദ സെയിം കോളേജ്. ഞാൻ അവിടെയാണ് ഡിഗ്രി വരെ പഠിച്ചത്. ഡിഗ്രി കഴിഞ്ഞിട്ട് സിനിമ ഭ്രാന്ത് മൂത്തത് കൊണ്ട്, പക്ഷെ സിനിമയിലുള്ള ഒരു വഴി അത്ര ക്ലിയർ ആയിട്ട് വീട്ടുകാരിൽ നിന്ന് കിട്ടാൻ പ്രയാസം എന്ന് തോന്നിയപ്പോൾ ഞാനൊരു ജോലി തേടിപ്പോയി. അങ്ങനെ ജോലി ചെയ്തു 2 വർഷം, ഫാർമസ്യൂട്ടിക്കൽ കമ്പനി. യെസ്. സോ ദാറ്റ് വാസ് ദി ഓൺലി വേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പിന്നെ പതുക്കെ ലീവ് എടുത്തെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡയറക്ടേഴ്സിനെ പോയി കാണുമായിരുന്നു, ചാൻസ് ചോദിച്ചിട്ട്. സാറ്റർഡേ സൺഡേ ഒക്കെ. ഓക്കെ. അന്ന് ഏതൊക്കെ ഡയറക്ടേഴ്സാണ് ആ സമയത്ത് വളരെ ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്നത്? മിക്കവാറും എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭാരതൻ സാറിനെ കണ്ടിട്ടുണ്ട്, സത്യനന്ദിക സാറിനെ കണ്ടിട്ടുണ്ട്, ഫാസിൽ സാറിനെ കണ്ടിട്ടുണ്ട്, ലൂയിസ് സാറിനെ ഇടയ്ക്ക് പോയി കാണുമായിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയത് വിജയേട്ടിൽ നിന്നാണ്, വിജയ് തമ്പി. സോ ഐ വാസ് വിത്ത് ഹിം ഫോർ എ ഫിലിം ആൻഡ് അപ്പോഴും ഞാൻ ലൂയിസ് സാറിനെ ഇടയ്ക്ക് കാണുമായിരുന്നു. ഇതൊക്കെ ഇടയ്ക്ക് ലീവ് എടുത്തുകൊണ്ടാണ് പോണത്. ആൻഡ് ഫൈനലി ഐ ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹിം. ആ സമയത്ത് ബ്ലെസ് ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. ആൻഡ് ദെൻ ഞാൻ റിസൈൻ ചെയ്തു. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ഇൻഫാക്റ്റ് ഒരു സിനിമയുടെ ഗ്യാപ്പ് കൂടുമ്പോൾ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അഡ്വർടൈസിങ്ങിൽ അസിസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോൾ അടുത്ത സിനിമ റെഡി ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്യാപ്പിൽ ഇതിൻ്റെ എക്സ്പീരിയൻസും കിട്ടുമായിരുന്നു. പക്ഷെ അങ്ങനെയായി ഇപ്പോൾ 25 വർഷം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന് ബ്രേക്ക് എടുത്ത സിനിമയിലേക്ക് എപ്പോഴെങ്കിലും തീർച്ചയായിട്ടും ആ ബ്രേക്ക് എടുക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ. നേരത്തെ പറഞ്ഞ പോലെ പല സമയത്തും ഇങ്ങനെ അതിൻ്റെ ഏകദേശം അടുത്തെത്തുമ്പോഴത്തേക്കും ഇതേപോലെ എക്സൈറ്റിംഗ് ആയിട്ട് വേറൊരു ചലഞ്ചിങ് അഡ്വർടൈസിങ് ഓഫർ വരും. അപ്പോൾ അതിൻ്റെ പുറകെ പോകും. ബട്ട് നോ കംപ്ലയിൻസ്, എവറിത്തിങ് ഇസ് ഗുഡ്. സാറിൻ്റെ സ്കൂളിംഗ് പറയുകയാണെങ്കിൽ യു ആർ എ റിയലി ആൻ ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻറ്റ്. ഗേറ്റിന് പുറത്തൊക്കെ നിന്ന് തീർച്ചയായിട്ടും ഇച്ചിരി കച്ചറയൊക്കെ നിൽക്കുന്ന ഒരാളായിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് തന്നെയായിരുന്നു. ഓൾവേസ് സ്റ്റാൻഡിങ് ഔട്ട്. ഒരു സംശയമില്ല അതിന്. ഞാൻ മാത്രമായിരിക്കും ഇൻഫാക്ട് ആലപ്പുഴയിൽ സെൻട്രൽ സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇംഗ്ലീഷ് മാത്രമേ അവിടെ പറയാവുള്ളൂ. ഞാൻ ഒരുത്തൻ മാത്രമേ അവിടെ മലയാളം പറയാറുള്ളൂ. മോസ്റ്റ് ഓഫ് ദി ടൈം ക്ലാസ്സിൻ്റെ വെളിയിൽ. ഞാനാണ് ആ സ്കൂളിൽ ആദ്യമായിട്ട് ക്ലാസ് കട്ട് ചെയ്ത് ക്രിക്കറ്റ് കാണാൻ പോയത്, വേൾഡ് കപ്പ്. എന്നിട്ട് പൊക്കി വീണ്ടും ക്ലാസ്സിൻ്റെ വെളിയിൽ. അങ്ങനെ പറ്റാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേ സ്കൂളിൽ എന്നെ ആക്ച്വലി ഒരു ഐ തിങ്ക് മസ്റ്റ് ബി നൗ 8 years ബാക്ക് എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അപ്പം ഞാൻ വെൻ ഐ വാസ് ടോക്കിംഗ് ടു ദം, ഞാൻ ഈ സ്കൂളിലൊക്കെ മിക്കവാറും ലേറ്റാണ്. ഈ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ഇടവഴി കൂടെ വേണം സ്കൂളിലോട്ട് പോകാൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പ്രിൻറ്റിങ് പ്രസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയാം, അതൊന്ന് അങ്ങനെ പല. അപ്പോൾ ഈ പ്രിൻറ്റിങ് പ്രസ്സിൻ്റെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സൗണ്ട് ഇങ്ങനെ അകത്തുനിന്ന് കേൾക്കാം. അങ്ങനെ ഒരു വല്ലാത്തൊരു താളമുണ്ട്. ഇപ്പോൾ ഈ പ്രസ് ഇങ്ങനെ ഭയങ്കര രസമാണ്. അപ്പോൾ അതിങ്ങനെ കേട്ട് ഒക്കെ നിന്ന്
കുറേ കഴിഞ്ഞിട്ടൊക്കെ ക്ലാസ്സിൽ പോകണം, ഇങ്ങനെ പല കാര്യങ്ങളും. അതെല്ലാം ചേർത്തിട്ട് ഞാൻ ഇന്ത്യൻ സ്റ്റീലിന് വേണ്ടിയിട്ടൊരു ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ റീക്രിയേറ്റഡ് ദാറ്റ് റോഡ്, ദാറ്റ് പ്രിൻറ്റിംഗ് പ്രസ് ആൻഡ് എവറിത്തിങ്. ഞാൻ സ്കൂളിലോട്ട് പോയി വരുന്നതൊക്കെ ആ ഫിലിമിലുണ്ട്. അപ്പം ഞാൻ ഐ വാസ് ഷോയിങ് ദം ദാറ്റ് ഫിലിം. സോ ഇതൊക്കെയാണ് ഞാൻ ഇവിടുന്ന് പഠിച്ച കാര്യങ്ങൾ. പക്ഷെ പഠിക്കാത്തത് പലതുമുണ്ട്. പക്ഷെ അതുകൊണ്ട് പഠിക്കാതിരിക്കരുത്. കാര്യം അതുകൊണ്ട് എനിക്ക് മിസ്സാവുന്ന പല കാര്യങ്ങളുണ്ട്. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക തന്നെയാണ് വേണ്ടത്. അതെ, ഓക്കെ. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മൾ അക്കാഡമിക്സിൽ പുറത്തേക്ക് നിൽക്കുവാണെങ്കിൽ ക്ലാസ്സിൽ വലിയ സംഭവം ഒന്നും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ക്രിയേറ്റീവ് സൈഡ് വളരെ കൂടുതലായിരിക്കും. അതെ, അത് സത്യമാണ്. അങ്ങനെ ഇപ്പൊ ഐ തിങ്ക് ഇറ്റ്സ് ഒരു ട്രെൻഡായി വന്നിരിക്കുകയാണ്. അതായത് ഇഫ് യു ആർ നോട്ട് ഗുഡ് ആൻഡ് യു ആക്ച്വലി ക്ലാസ്സിന് വെളിയിൽ നിൽക്കുന്ന ഒരുത്തനാണെങ്കിൽ അത് ക്രിയേറ്റീവ് എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല. അത് ഉള്ളിലിരുന്നാലും വെളിയിരുന്നാലും ഒക്കെ ഐ തിങ്ക് വരേണ്ട സാധനം വരും, അത് വന്നിരിക്കും എപ്പോഴാണെങ്കിലും. ഓക്കെ, സാറിൻ്റെ ആഡ്സിൽ സാർ തന്നെ ഒരു നായകനായിട്ട് യു ആർ റൈറ്റിംഗ് യുവർ ഓൺ സ്റ്റോറി, അങ്ങനെ എത്ര ആഡ്സിൽ വന്നിട്ടുണ്ടോ? എൻ്റെ ക്യാരക്ടേഴ്സ് വന്നാണ്. യെസ്. പക്ഷെ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ ചില ഭയങ്കര വിയേർഡായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ. ഒരു എക്സാമ്പിൾ പറയണം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ അടുത്ത സുഹൃത്തുക്കൾ ബാംഗ്ലൂരുണ്ടായിരുന്നു. ഇതിനൊക്കെ ഞാൻ ഈ ജോലി ചെയ്യുന്ന സമയത്ത്, ഞാൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഫൈസറിലുള്ള സമയത്ത്, ബാംഗ്ലൂരിലെ അന്നത്തെ അവസ്ഥ അറിയാലോ, മലയാളികൾ എങ്ങനെയെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് നമ്മൾ ഒരുമിച്ചായിരിക്കും, ഒരു 4-5 പേരുണ്ടാവും. അപ്പം അതിലെൻ്റെ ഒരു സുഹൃത്ത്, ഇൻഫാക്ട് ഫോർ എൻ എക്സാമ്പിൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നൊരു കാര്യം, പുള്ളി ഇങ്ങനെ ഭയങ്കര റൊമാൻറ്റിക് കക്ഷിയാണ് പുള്ളി. പുള്ളിക്കൊരു ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ട്. അപ്പം അന്ന് ഈ മൊബൈൽ ഫോൺ ആയിട്ടില്ല. അപ്പോൾ പുള്ളിക്കൊരു അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ വയർ എക്സ്റ്റൻഷൻ നല്ല നീളം ഉണ്ടാവും. അപ്പോൾ ഒരു 5 മണിക്കൊക്കെ നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ സംസാരിച്ച് തുടങ്ങണം. അപ്പോൾ എന്നിട്ട് രാത്രി 10 മണി കഴിഞ്ഞാൽ ബെഡ്റൂമിൽ നിന്നൊക്കെ ഉരുണ്ട് വേറെ ലിവിങ് റൂമിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക ഇങ്ങനെ. പിന്നെ നമ്മളൊക്കെ ഉറങ്ങി രാവിലെ 7 മണിക്ക് പുള്ളിയുടെ കാല് കർട്ടനിലൊക്കെ കുരുങ്ങി ബാൽക്കണിയിൽ ഗുഡ് മോർണിംഗ് ഒക്കെ പറയണു, ഇത്ര നേരമൊക്കെ. ഇത് ഞാനൊരു വോഡഫോണിലൊരു ഫിലിമിൽ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനിൽ എക്സാക്ട്ലി വാട്ട് ഐ സോ. അതാണ്. അപ്പം സുഹൃത്തുക്കളുടെ എൻ്റെ ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഇപ്പം ഈ ആദ്യം വളരെ പഴയ കഥയാണെങ്കിലും ആദ്യം ചെയ്ത ഹച്ചിൻ്റെ ഡോഗ്, ശരിക്കും ഞാൻ എൻ്റെ വിഷു ഓണം സമയങ്ങളിലൊക്കെ ചേർത്തലയിലാണ് അച്ഛൻ്റെ തറവാട്. അപ്പം ബാക്കി കസിൻസൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആലപ്പുഴയിലായതുകൊണ്ട് ഞങ്ങളായിരിക്കും ലാസ്റ്റ് പോവുക. അപ്പോൾ ഒരു 1-2 ദിവസം കൂടെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആരുമില്ല, ഇഷ്ടം പോലെ പറമ്പും. അപ്പോൾ ഒരു വടിയായിട്ട് ഇങ്ങനെ രാവിലെ ഇറങ്ങും, വെറുതെ അവിടെ ഇവിടെയൊക്കെ നോക്കിയിട്ട് തിരിച്ചു വന്ന് കിടക്കും. അപ്പോൾ അങ്ങനത്തെ ഇരിക്കുന്ന സമയത്ത് അവിടെ പട്ടിക്കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ. അപ്പം ഇതൊക്കെ നോക്കാം. അപ്പം അതിൻ്റെ ഒരു ചെറിയ എൻ്റെ ഒരു ബോഡി ലാംഗ്വേജും ഒന്നും ചെയ്യാനില്ലായ്മയും ഇറങ്ങുക തിരിച്ചു വന്ന് കിടക്കുക എന്ന് പറയുന്ന എലമെൻ്റൊക്കെ അതിൽ നിന്ന് വരുന്ന. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ അഡ്വർടൈസിങ് ആണെങ്കിൽ തന്നെ അങ്ങനെ ഗ്ലോസി ആയിട്ടും ഭയങ്കര ഫാഷനബിളും ആയിട്ടൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. ഒരു കഥ എങ്ങനെ വേണേൽ പറയാം, അതെങ്ങനെയാണ് ആൾക്കാർ. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഞങ്ങൾക്ക് ഭയങ്കര വലുതാക്കാൻ അറിയാം, പക്ഷെ വലിയ സംഗതിനെ വളരെ ചെറുതാക്കാനായിട്ട് ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് സാറിൻ്റെ? അല്ല, ഇനീഷ്യലി ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. കാര്യം ഞാൻ എസ്പെഷ്യലി സിനിമയിൽ ഞാൻ അസിസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രോസസ്സ് മുഴുവൻ അറിയാവുന്നതുകൊണ്ടും മോസ്റ്റ്ലി ഷോട്ടുകളൊക്കെ ലെങ്തിയാണ്, വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പം ഏർലി സ്റ്റേജിൽ ഒരു സ്റ്റോറി കാര്യം നമുക്ക് അതിൻ്റെ അകത്തൊരു മൊമെൻ്റ് ഉണ്ടാവണം. ഒരു 30 സെക്കൻഡ് കാണുമ്പോൾ അതിൻ്റെ അകത്തൊരു മൊമെൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഓർക്കാൻ വകുപ്പില്ല. പിന്നെ അതിനോട്ട് പതുക്കെ ഇഷ്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രാൻഡ് വരുള്ളൂ. നമുക്കെല്ലാം കൂടെ എന്തായാലും ആദ്യത്തെ നടക്കില്ല. ഒരു 30 സെക്കൻഡിൽ അട്രാക്റ്റീവ് ആക്കുക, പിന്നെ എന്തിനെ പറ്റിയാണെന്നുള്ള അറിയുക എന്ന് പറയുന്ന കാര്യം. ഇനിഷ്യലി ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്. പക്ഷേ ഈവൻ നൗ ഞാനിപ്പോൾ തിരിഞ്ഞാലോചിച്ച് കഴിഞ്ഞാൽ അതേ സ്റ്റൈലിലാണ് ഇപ്പോഴും ചെയ്യുന്നത്. സിനിമ ചെയ്യുന്ന പോലെയാണ് ഞാനിപ്പോഴും ആഡ് ചെയ്യുന്നത്. ഞാൻ ടൈം ചെയ്യാറേ ഇല്ല. ഒരു ഫിലിമും ഞാൻ ആക്ച്വലി ടൈം ചെയ്ത് ഞാൻ എല്ലാ സീനും ലെങ്തി ഷോട്ട്സാണ്. അപ്പോൾ എൻ്റെ എഡിറ്റ്സ് ആർ വെരി ഡിഫിക്കൽട്ട്. കാര്യം ഹാഫ് ഓഫ് ദ തിങ് ഇസ് ഗോൺ. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് ചില കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റണേ. പക്ഷേ അതിൻ്റെ അകത്തൊരു മൊമെൻറ്റിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇപ്പം 4 പേര് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൊരു ഡയലോഗ് ഇപ്പം മര്യാദയ്ക്ക് ഉണ്ടാവുള്ളൂ,
ഒരു ചെറിയൊരു ഒരു പോർഷൻ ആയിരിക്കും. ഞാൻ അതല്ല ചെയ്യും, ഞാൻ ഫുൾ എടുക്കും. ഓക്കെ. കാര്യം എന്നാലേ ആക്ടേഴ്സിന് ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അതിലോട്ട് വരിക, അതിൽ നിന്ന് ഇറങ്ങുക എന്നൊക്കെ ഞാൻ അതേപോലെ എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ആഡ് അങ്ങനെയാണെങ്കിൽ സിനിമ എങ്ങനെയായിരിക്കും ഞങ്ങൾ കാത്തിരിക്കും. അങ്ങനെ പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാര്യം ആ പ്രഷർ കുറേ നാളായി. അപ്പം അതൊക്കെ ഇതേപോലെ തന്നെ കാഷ്വലായിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പം പല ഫിലിംസ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്, പല ഫിലിംസ് ആവറേജ് ആയിട്ടുണ്ട്, ചിലത് വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ ഫിലിംസും എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം അതിലൊന്നും ഞാൻ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച പല കാര്യങ്ങളുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചില ഫിലിംസ് വെൻ വി വർ ഡിസ്കസിങ്, അതൊക്കെ ഇങ്ങനെ ആയിരിക്കണമെന്ന് പോകുന്ന ബിഗിനിങ്ങിനെ അല്ല, നമ്മൾ വളരെ ചെറുതായിട്ട് ചിന്തിച്ച് ഒന്ന് എക്സ്പെരിമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് റെഫറൻസ് പോയിന്റ് പോലും ഇല്ലാതെ നമ്മൾ ആ പ്രോസസ്സിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നതിൽ നമുക്കൊരു ഒരു ഗ്യാരണ്ടി ഇല്ല. അങ്ങനത്തെയൊക്കെയാണ് പല സമയത്തും വളരെ സക്സസ്ഫുൾ ആയതും ശരിക്കും. അപ്പം അതേപോലെ തന്നെയൊക്കെ ഇരിക്കട്ടെ സിനിമയും. ഇത്തിരി ബാക്കിലേക്ക് പോവാം. തീർച്ചയായിട്ടും. പ്രകാശ് വർമ്മ, ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂസു മനുഷ്യർ, സൂസു ആളുകൾ അവിടെ വരുന്നു. 2009 എന്തോ ആണിത് ഞങ്ങൾ ലോകം കണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ മനുഷ്യർ മൊത്തം ആനിമേഷനാണ് എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. സൂസു ആഡ് സാറിൻ്റെ ഒരു ലൈഫ് തന്നെ മാറ്റി, അല്ലെങ്കിൽ സാറിനെ ഒരു ഫെയിമിലേക്ക് കൊണ്ടുവന്നു, ആളുകൾ അറിയിച്ചത് ആ സൂസു ആഡ് തന്നെയാണ്. സൂസു ആഡ് മാത്രമല്ല, ദ പഗ്. സൂസു ആഡിനെ കുറിച്ച് അറിയണം എന്നുണ്ട്. അതിനെപ്പറ്റി ആക്ച്വലി ഇൻഫാക്ട് പല സമയത്തും പല ഇതേപോലെയുള്ള സമയങ്ങളിലും സ്റ്റുഡൻസിൻ്റെ അടുത്തും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെങ്കിലും അത് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതൊരു രീതിയിലും ഞങ്ങൾ ആരും ഈ ലെവലിൽ അത് സക്സസ് ആവുമെന്നോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊരു 3-4 വർഷം തന്നെ ആ ക്യാമ്പയിൻ ചെയ്യേണ്ടി വരുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല. ഞങ്ങളത് ചെയ്ത സമയത്ത് ഇൻക്ലൂഡിങ് അസ് ആൻഡ് ടീം ഫ്രം വോഡഫോൺ, ഞാൻ അതിനുശേഷം ഫോഴ്സ്ഫുള്ളായിട്ട് 5 പഗിൻ്റെ ഫിലിംസ് ചെയ്തു. എന്തിനാ അറിയാം, ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് IPL വേറെ ഫിലിമില്ല. സോ ഐഡിയ വാസ് എല്ലാ ദിവസവും ഓരോ ഫിലിം. അങ്ങനെ ആരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പ്. എല്ലാ ദിവസവും ഓരോ ഫിലിം. അപ്പോൾ ഇത് വർക്ക് ചെയ്യില്ലെങ്കിൽ ഞാൻ ഫോഴ്സ്ഫുള്ളായിട്ട്, ഒന്നാമത് ഞാൻ പഗിൻ്റെ ഫിലിംസ് ചെയ്ത് മതിയായിരിക്കുമ്പോൾ വീണ്ടും ഞാൻ 4 ചെയ്തു, ജസ്റ്റ് ഫോർ സേഫ്റ്റി. സോ അത്രയ്ക്ക് ഉറപ്പേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക്. ആ സൂസുവിൻ്റെ ക്യാമ്പയിൻ ഇൻഫാക്ട് ഒരു രീതിയിലുള്ള റെഫറൻസ് പോയിന്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാജീവ് റാവു വാസ് എ ക്രിയേറ്റീവ് ഹെഡ്. പുള്ളി ഒഗിൽവിയൻ മാതറിൻ്റെ നാഷണൽ ക്രിയേറ്റീവ് ഡയറക്ടറും കൂടെ ആയിരുന്നു. പുള്ളി ഇപ്പം എൻ്റെ കൂടെയാണ്. ഇപ്പോൾ പുള്ളി ഈസ് മേക്കിംഗ് ഫിലിംസ്. സോ ഞങ്ങളുടെ ജേർണി like really long, like many films together, mostly all Vodafone, Hutch. ഇപ്പം രാജീവ് ഞാനും ഇൻഫാക്റ്റ് ആ ഏർലി സ്റ്റേജിലൊക്കെ ഇതെങ്ങനെ എങ്ങോട്ട് കൊണ്ടുപോകും, എങ്ങനെയായിരിക്കും. അപ്പം രാജീവിന് സ്പെസിഫിക് ആയിട്ട് വളരെ സിമ്പിളായിട്ട് ലൈൻ എഴുതാവുന്ന, ഇപ്പം ഒരു 30 ഫിലിംസിൽ ഒരെണ്ണം പറഞ്ഞ് ഇപ്പോൾ എക്സാം റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പോവും, നോക്കും, എല്ലാവരും ജയിക്കും, ഞാൻ തോറ്റും. സ്ഥിരമായിട്ടുള്ള നമ്മൾ ആകാംക്ഷയോടൊക്കെ കാണിക്കേണ്ട ആൾക്കാരുത്, ഞാനും ജയിക്കാൻ പോകണമെന്നുള്ള ഉറപ്പാണ് തോറ്റും പോയി എന്ന് പറയുന്നൊരു ചെറിയ ഹ്യൂമൻ റിലേറ്റഡ് സിറ്റുവേഷൻസ് ആണ് ഇതിൻ്റെ അകത്തൊക്കെ. അതിൻ്റെ അകത്തൊരു ഭീകരമായൊരു പ്രശ്നം എക്സിക്യൂഷനിലുണ്ടായത്. അപ്പോൾ രാജീവ് റൈറ്റ്സ് ബ്യൂട്ടിഫുള്ളി, പക്ഷെ ഇതെങ്ങോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു എക്സിക്യൂഷൻ ലെവലിൽ ഒരു ഭീകര പ്രശ്നമാണ് ഇങ്ങോട്ട് എത്തിച്ചത്. പ്രശ്നം സമയം ആയിരുന്നു പ്രശ്നം. കാര്യം 30 ഫിലിംസ് ചെയ്യാൻ 1.5 മാസം കൊണ്ട് നടക്കില്ല. ഒരു 3 ഫിലിമെങ്കിലും നമുക്ക് വേണേൽ പ്രീ പ്രൊഡക്ഷനൊക്കെ ചെയ്ത് ഒപ്പിക്കാം. പ്രീ പ്രൊഡക്ഷനും പിന്നെ കാസ്റ്റിംഗ്, അങ്ങനെ പല കാര്യങ്ങളില്ലേ. 30 ഫിലിം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? 30 ഫിലിം എന്ന് പറഞ്ഞാൽ ഓരോ ഫിലിമിൽ എത്ര കാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇമാജിൻ ജസ്റ്റ് റഫ്ലി ഈവൻ ടു പീപ്പിൾ പെർ ഫിലിം, 60 പേരെയൊക്കെ ഞാൻ എവിടെ ഷൂട്ട് ചെയ്യും? 30 ലൊക്കേഷനും എല്ലാം ഡിഫറെൻറ്റ് ഫിലിംസ്. അങ്ങനത്തെ ഒരു സ്പേസിലാണ് അത്, ഒരു സ്പേസ്. അത് ഹോൾ സെറ്റാണോ? അത് ഫുൾ സെറ്റാണ്. എവിടെ വെച്ച് നടന്നത്? ഇത് കേപ്പ് ടൗണിലായിരുന്നു നടന്ന കാര്യം. അത് എവിടെ വേണേൽ നടക്കാം, ഇന്ത്യയിൽ ഓൾസോ പോസിബിൾ. അതൊരു അതിൻ്റെ അകത്തൊരു
തീർച്ചയായിട്ടും ഒരു സീക്രസി വേണമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ. കാര്യം ഈ ഒരു ആനിമേഷൻ്റെ ഫീല് കൊണ്ടുവരാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇഫ് യു ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് വാച്ച് അഗൈൻ, നമ്മൾ സാധാരണ ആനിമേഷൻ ഫിലിം കാണുമ്പോഴേ ഇപ്പം 2D or 3D, ഇപ്പോൾ ഈ വയറിൻ്റെ ഒരു ഷാഡോ, ആ ഷാഡോ ഒക്കെ ആനിമേഷൻ ചെയ്യുമ്പോൾ പെയിൻറ്റ് ചെയ്യുക അല്ലേ? ആനിമേഷനിൽ എല്ലാ ഫ്രെയിമും വരയ്ക്കല്ലേ? അപ്പോൾ ഈ ഷാഡോ ഒക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ ഡെപ്ത് കൂടും, റിയാലിറ്റി ആയിട്ട് ബന്ധം ഉണ്ടാവില്ല. കാര്യം ഷാഡോ എല്ലാം ഒരു ഫ്രെയിം വരയ്ക്കല്ലേ. വി തോട്ട് ഓഫ് സച്ച് എലമെന്റ്സ്. അത് മുഴുവൻ ആനിമേഷൻ ചെയ്യുന്ന പോലെ. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബെഞ്ചിന്റെ ഷാഡോ പെയിന്റ് ചെയ്തായിരിക്കും, നോട്ട് ദ റിയൽ ഷാഡോ. മനസ്സിലായോ? അതേപോലെ ഈവൻ ദ സൈസ്, ആൾക്കാരുടെ സൈസ്. ആദ്യത്തെ ദിവസം ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ പിള്ളേരെ വെച്ചിട്ട് എനിക്ക് സൈസ് അവർ ചെറുതാണ്, പക്ഷെ ആകെ കോമഡി. കാര്യം അവർക്ക് ബ്രീത് ചെയ്യാൻ അവർ അവിടെ ഇവിടെയൊക്കെ പോയി ഇടിച്ച് വീണ് അത് തന്നെ ഒരു കോമഡി ഫിലിമായി മാറി. പിന്നെ ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് അവിടുത്തെ കുറച്ച് തിയേറ്റർ ആൾക്കാരെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്ത്. കാര്യം അവരിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ, അവർക്ക് കാണാൻ പറ്റില്ല. കാര്യം നമ്മുടെ അവിടെ കണ്ണുപിടിയാണെങ്കിൽ അവരുടെ ശരിക്കും കണ്ണുപിടിയായിരിക്കും. സോ അതിൻ്റെ അകത്തൊരു ചെറിയ ഹോളിൽ കൂടിയാണ് അവർ ചിലപ്പോൾ ഡയറക്ഷനൊക്കെ മാറും. അപ്പോൾ 2 ദിവസം എടുത്തൊന്ന് ട്രെയിൻ ചെയ്യാൻ. പക്ഷേ ആ സമയത്തൊന്നും ഈ പറഞ്ഞ പോലെ ഒരു ഐഡിയ ഇല്ല, ഇതെങ്ങനെയാ പോകുന്നത്, നോ ക്ലൂ. ഇത് വല്ലാണ്ട് ചളാവോ, ഇത് ഇറിറ്റേറ്റിംഗ് ആവോ, ഇസ് ഇറ്റ് കമ്മ്യൂണിക്കേറ്റിംഗ്, ഒന്നും നമുക്ക് അറിയാൻ മേലാത്തൊരവസ്ഥ. പിന്നെ നമ്മളിങ്ങനെ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യും. രാത്രി എനിക്കൊരു വേറൊരു ആർട്ടിസ്റ്റ്, ഞാനും പുള്ളിയും ഡബ്ബിയും, അങ്ങനെ 30 ദിവസം. അതെ, ഒരാളുണ്ട് ഞാനുണ്ട്. അപ്പം കേപ്പ് ടൗണിലൊരു എനിക്കിഷ്ടപ്പെട്ട വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ് ടു ലിവ്, ടു ഷൂട്ട് ഇൻ, ബിക്കോസ് ക്രൂ ഇസ് ബ്യൂട്ടിഫുൾ. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മളൊരു ഹാർഡ് കോർ, നമ്മളൊരു മലയാളി ആയതുകൊണ്ട് ഇടയ്ക്ക് നമ്മുടെ നാടൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ബ്രീത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് 30 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡബിൽ അതിൻ്റെ അകത്ത് പുട്ടും കടലയും പൊറോട്ടയൊക്കെ ഉണ്ട്. അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എൻ്റെ ഇടയിൽ കൂടെ. ഇപ്പൊ സൂസുന്റെ പ്രോപ്പൊക്കെ എവിടെയുണ്ട്? 1-2 എൻ്റെ വീട്ടിലുണ്ട്, കുറേ അവിടെ തന്നെ ഉണ്ട്. കാര്യം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചില്ലോ, എവറി 6 months we started shooting. So I think I did more than 170 films altogether. in like 2-2.5 വർഷത്തിനുള്ളിൽ. ഇതുപോലെ ഞെട്ടിച്ചൊരു ആഡാണ് SRKയുടെ ആ ഒരു ദുബായ് ടൂറിസം. അത് ഒറിജിനൽ ആണോ സ്റ്റേജ്ഡ് ആണോ എന്താന്ന് മനസ്സിലാവുന്നില്ല. എന്ത് തോന്നി? കുറച്ച് സ്റ്റേജിൽ, ബാക്കിയൊക്കെ ഭയങ്കര നാച്ചുറലാണ്. സത്യം പറയണ എന്താ നടന്നത്? സത്യം ഞാനിവിടെ കള്ളത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇത് ഞാനിപ്പോൾ പറയുമ്പോൾ ഇത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ കാര്യങ്ങളില്ല ചില സമയം. കാര്യം അങ്ങനെയാണല്ലോ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ അവസ്ഥ. ആൾക്കാർ മനസ്സിലായി ഇത് സ്റ്റേജ് ഇതെന്താണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി ആ സമയത്ത്. കാര്യം ഞാൻ അത്രമാത്രം പ്ലാൻ ചെയ്തു. ഞാൻ ഈ പറയുന്ന എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ക്രൂവിലും കേൾക്കും. അപ്പോൾ ഞാൻ എന്തിനാ കള്ളത്തരം പറയണം? ഒരു കാര്യം പോലും ഒരാളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിച്ചതല്ല. ആൻഡ് ദാറ്റ് വാസ് ഓൺലി പോസിബിൾ because of SRK, because he is like true sport and unbelievable human being, very professional, a lot of trust in me. അതിൻ്റെ അകത്ത് ഇതേപോലെ ഏജൻസി ഇല്ല, ആരുമില്ല. He is the one who called and said let's do something, so we don't have too many people, do whatever that എന്ത് വേണമെങ്കിലും we will try and do, because I just signed as a brand ambassador. അപ്പോൾ അതിൻ്റെ അകത്ത് വേറെ കോംപ്ലിക്കേഷൻസ് ഇല്ല. അപ്പോൾ എനിക്ക് ഷൂട്ടിൻ്റെ ഒരാഴ്ച മുമ്പ് ഒരു ഐഡിയ ഇല്ല. ടെൻഷൻ. കാര്യം എന്ത് ചെയ്യുമെന്നുള്ള ടെൻഷൻ അല്ലേ? വിളിച്ചു പറഞ്ഞു കാര്യം, എസ്പെഷ്യലി റെസ്പോൺസിബിൾ, ട്രസ്റ്റ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് സാധാരണ എന്തെങ്കിലും ചെയ്തിട്ട്, എസ്പെഷ്യലി എനിക്ക് ഫ്രീഡം ഉള്ള സമയത്ത് ഞാൻ എന്തിനാണ് വെറുതെ പോയിട്ട് ദുബായ് ടൂറിസം, വെരി ഗുഡ്, പ്ലീസ് കം എന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? എന്തിന് ബോറായിരിക്കും ഒന്ന് ആലോചിച്ചത്. അപ്പോൾ എല്ലാവരുടെയും, പുള്ളിയുടെ ടൈം വേസ്റ്റ്, എൻ്റെ ടൈം വേസ്റ്റ്, എല്ലാവരുടെയും വേസ്റ്റ് ഒന്ന് ആലോചിച്ചു. ദുബായ്, ദിസ് ഇസ് സൂപ്പർ, പ്ലീസ് കം എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു അവസ്ഥ. എനിക്ക് അങ്ങനത്തെ ഒന്നും സൈഡിലോട്ട് പോകുന്നതിലേ താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ഐഡിയ ചാലഞ്ചിങ് ആയിട്ടുണ്ടെങ്കിൽ അതെടുത്ത് എങ്ങനെ കുളമാക്കാം, നന്നാക്കാം എന്നല്ലാതെ നമുക്ക് കുളം ആയിരിക്കുന്ന സിറ്റുവേഷനിൽ പോയിട്ട് നമുക്ക് ചെയ്യണ്ട. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പറയുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് ദൈവം പോലെ ഹരി വരിക. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പുള്ളി, ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ച ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു
ഭയങ്കര മാച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് പാർട്ട്ണറാണ്. അപ്പോൾ ഹാരി പറഞ്ഞു ഇങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെയ്യുമോ, നടക്കണ കേസാണ്. ദുബായിലൊക്കെ പുള്ളിനെ അവിടെ ഇവിടെ കൊണ്ട് ഇറക്കി വിടുകയെന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമില്ല. ലൈക്ക് അദ്ദേഹം ഓക്കെ ആയിരുന്നു ഇറങ്ങാനായിട്ട്. അല്ലേ? അതൊക്കെ മൂന്നാമത് വരുന്ന പ്രശ്നങ്ങളാണ് തലയിൽ. ഇപ്പൊ തലയിൽ ഇപ്പൊ എങ്ങനെയെങ്കിലും ഇതൊരു ഫിലിം ഉണ്ടാക്കിയെടുക്കണം. ഇനിയിപ്പോ ഒരാഴ്ചയുള്ളൂ, അതെങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം, അതൊക്കെ പിന്നീട് നോക്കാം. എൻ്റെ തലയിൽ ആദ്യം ശരി ഐ തിങ്ക് ഓക്കെ എന്ന് പറയണ്ടേ. അപ്പം ഞാൻ വിചാരിച്ചത് എങ്ങനെ, പക്ഷേ ഞാൻ തിരിച്ച് ആദ്യത്തെ ഇതൊക്കെ ഞാൻ വിചാരിച്ചു ഇതാണ് എനിക്ക് വേണ്ടത്. കാര്യം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ഇൻ ബിറ്റ്വീൻ സിറ്റുവേഷൻ, റിയലി ഓൺ ദി എഡ്ജ്. കറക്റ്റ്, ഇത് കിട്ടും അല്ലെ തീറിയേക്കും, തീർന്നു. കാര്യം എല്ലാവരുടെയും സമയം കളഞ്ഞു, കാശ് പോയി, എൻ്റെ കയ്യിൽ ഫിലിമും ഇല്ല. ആ ഒരു അവസ്ഥയിലെത്താം. കാര്യം ആൾക്കാരെ റിയാക്ട് ചെയ്യണമെന്നൊന്നുമില്ല. അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കിട്ടും. അങ്ങനത്തെ ഒരു സ്പേസാണ് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ ഇഷ്ടം. ബിക്കോസ് യു കോൺസ്റ്റന്റ്ലി തിങ്കിങ്, യു ആർ നോട്ട് റിലാക്സ്ഡ്. നമ്മൾ ചെയ്യാത്ത എന്തോ ഒരു കാര്യത്തിലോട്ട് കയറുകയാണ്. പിന്നെ ചാലഞ്ചസ് ആർ ഹ്യൂജ്, മാസീവ് സ്റ്റാർ. And then how do you play with them? And not everybody will get an opportunity to play. അപ്പോൾ I said okay. അവിടെ പോയി ഫുൾ ഒബ്വിയസ്ലി വിത്ത് ദ ഗവൺമെൻറ് ഞാൻ സിറ്റുവേഷൻസ് എല്ലാം നോക്കിയിട്ട് ഞാൻ ജനറലി എൻ്റെ ടീമിൻ്റെ അടുത്ത് പ്ലെയിനിൻ്റെ ഉള്ളിലൊരു സീക്വൻസ് ഉണ്ട്, ഒരു റെസ്റ്റോറൻറ്റിലൊരു സീക്വൻസ് ഉണ്ട്, ബീച്ചിലൊരു സീക്വൻസ് ഉണ്ട്, ഒരു ഷോപ്പിംഗ് മോളിലൊരു സീക്വൻസ് ഉണ്ട്, ആൻഡ് 8 ഹൗസിന് വീണ്ടും ആ റെസ്റ്റോറൻറ്റിലുള്ളൊരു മാസീവ് സീക്വൻസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് സ്റ്റേജ് ചെയ്യാതെ പറ്റില്ല, പെർഫോമൻസിൻ്റെ കാര്യമില്ല. സ്റ്റേജ് ചെയ്യാതെ നമുക്ക് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ക്യാമറ ആയിട്ടൊന്നും പോയാൽ ആൾക്കാരുണ്ടാവില്ല എന്നല്ല. അപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ ഇപ്പോൾ പ്ലെയിനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ പ്ലെയിനിൻ്റെ ഉള്ളിൽ നമ്മൾ 3-4 ദിവസമായിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്ന ആൾക്കാരെ ജനറലി ദുബായിൽ യു ആർ ജമ്പിങ് ഓഫ് ഫ്രം എ പ്ലെയിൻ. അപ്പോൾ ദുബായ്ക്ക് വേണ്ടി ആ പ്ലെയിൻ നടത്തുന്ന കമ്പനിക്ക് വേണ്ടി ജമ്പിങ്ങിൻ്റെ 1-2 ഷോട്ടുകൾ എടുക്കണം. അതൊക്കെ ചെറിയ ഗോപ്രോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ വലിയ സെറ്റപ്പ് ഒന്നും അവർ കാണില്ല, അതൊക്കെ പുറകിൽ എല്ലാം മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പേര്, അപ്പം ഈ കുറച്ച് പേര് ഹിന്ദി ഫിലിംസ് കാണുന്നവരാണോ, ആരൊക്കെയാണ് അവരുടെ ഫേവറേറ്റ് ആക്ടർ, ഇതൊക്കെ ജനറലി ചെക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പലരും ഷാറുഖ് ഖാൻ അങ്ങനെയുള്ള 2-3 പേരെ അതിൻ്റെ. അപ്പോൾ അവർ ഇതിലോട്ട് വരുമ്പോൾ അവർക്ക് ഇതൊരു ഫിലിം ഷൂട്ടിൽ വരിക എന്നുള്ളൊരു ഒരു രീതിയിലുള്ള ധാരണയും ഇല്ല, അതിൻ്റെ അകത്തിരിക്കുമ്പോഴും ഇല്ല. പിന്നെ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പം ഭയങ്കര ചലഞ്ചിങ് ആയിട്ടൊരു സിറ്റുവേഷൻ, ഭയങ്കര ചൂടുള്ള സമയമായിരുന്നു. 11 o'clock മോർണിംഗ് AM പ്ലാൻ ചെയ്ത ഒരു പ്രശ്നം, ഈ പ്ലെയിൻ പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ഇസ് ആൻ ഓപ്പൺ സ്പേസ്, ആസ് യു നോ, ഇറ്റ്സ് വെരി ഓപ്പൺ. ലാൻഡ് ചെയ്തിട്ട് വന്ന് പാർക്ക് ചെയ്യുന്നത് ഒന്നുമില്ല അവിടെ. SRK ഇപ്പം ഇവരെ എല്ലാവരും കയറ്റി ഇരുത്തിയിട്ട് SRK എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഹി വിൽ കം ഇൻ BMW, അതിൻ്റെ മുമ്പിൽ വേറെ വണ്ടി ഉണ്ടാവും. ഈ പ്ലെയിനിലാണ് എയർകോണൊന്നുമില്ല, ഇറ്റ്സ് ഓൺലി ഫോർ ഡൈവ്, റൈറ്റ്? അപ്പോൾ എല്ലാം ഓപ്പൺ ആണ് എൻ്റെ വിൻഡോ ഒക്കെ. അപ്പോൾ അവർ ആരൊക്കെ വരണമെന്ന് അവർക്ക് കാണാൻ പറ്റും. ആ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ പുള്ളിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു ഇവിടെ എന്ത്. അപ്പം ദ ഓൺലി വേ ഈസ് ടു ഗെറ്റ് ഹിം ഫസ്റ്റ് ആദ്യമേ എന്ന് പറഞ്ഞാൽ യു ആർ ടോക്കിംഗ് അബൌട്ട് അനദർ 15-18 പേരെ. ഇറ്റ് വിൽ ടേക്ക് മിനിമം 40-45 മിനിറ്റ് എടുക്കുക അവരൊന്ന് സെറ്റ് ചെയ്യാൻ. അവരെല്ലാവരും അവിടെ നിന്ന് നടന്നു വരണം, എന്നിട്ട് കയറണം. പിന്നെ അവരറിയാതെ തന്നെ ഞാൻ ഓരോരുത്തർക്കും മാർക്ക് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ എങ്ങനെ മാർക്ക് ചെയ്തിരിക്കണ എങ്ങനെയാ. ഇപ്പം ഇന്ന സ്ഥലത്ത് ഇപ്പോൾ SRK വന്നിരുന്നാൽ ഞാൻ ഐ ആം ജസ്റ്റ് ഹോപ്പിംഗ് ദാറ്റ് ഇവള് ചിലപ്പോൾ റിയാക്ട് ചെയ്ത്, എനിക്കറിയില്ല. റിയാക്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഫിലിമില്ല. ഐ ഹാവ് നോ ദാറ്റ് സീക്വൻസ് പറ്റില്ല. അന്നത്തെ പോയി ദിവസം പോയി, പ്രൊഡക്ഷനൊക്കെ പോയി. അപ്പോൾ ഐ എം തിങ്കിങ് ഓക്കെ ഷീ മൈറ്റ് റിയാക്ട്, പിന്നെ ആളെ ഇവിടെ ഇരുത്തണം എന്നൊക്കെ ഞാൻ ഫുൾ വാക്കിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. So I went and said, this is what the challenge is. He said, I'll do anything. Just forget it. But I said, now you'll have to sit where ഈ കോക്പിറ്റിൽ 2 സീറ്റ് ഉള്ളൂ, അവിടെ എയർകോണൊന്നുമില്ല. പുള്ളിക്ക് അവിടെ ഇരുന്നാൽ തന്നെ ഒരു പിടി കിട്ടും. അപ്പം സ്ഥലവും ഇല്ല. സോ യു ഹാവ് ടു കുറച്ചൊന്ന് കുനിഞ്ഞ് അവിടെ ഇരിക്കണം. AC ഇല്ല,
നോ മേക്കപ്പോ ചെയ്യുന്ന ആരും വരാനും പറ്റില്ല. അപ്പം ഞാൻ ഇപ്പുറത്തിരുന്ന് ഞാൻ ടിഷ്യൂ പേപ്പർ ഈ 45 മിനിറ്റ് എൻ്റെ കയ്യിലൊരു ചെറിയ മോണിറ്ററും വാക്കിയുണ്ട്. ഐ ക്യാൻ സീ വെൻ പീപ്പിൾ ആർ സിറ്റിംഗ്. അപ്പം ഞാൻ ഇവിടുന്ന് പറഞ്ഞു ഇവളെ ഇപ്പുറത്തിരുത്ത് അവളെ അപ്പുറത്തിരുത്ത്. അപ്പം അവരൊന്നും ഫിലിം ക്രൂ പോലെ തോന്നുന്നില്ല ആ പ്ലെയിനിൽ. ഐ ക്യാൻ സീ ഓൺലൈൻ 45 ഇടയ്ക്കിടയ്ക്ക് ഞാൻ ടിഷ്യൂ കൊടുക്കും. ടിഷ്യൂ വേറെ ടിഷ്യൂലാണ് സ്വെറ്റ് ചെയ്ത് ഇത് കഴിഞ്ഞ് ഷോട്ടിലോട്ട് പോകണം. അപ്പം ഞാൻ ഓക്കെ യു ക്യാൻ മൂവ് എന്ന് പറയുമ്പോഴത്തേക്കും അകത്തോട്ട് പോകണം. Only with him you can do that. He is unbelievable. I mean, you just can't pull this off. വേറെ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. I'm just talking about one of the situation like this. എന്നിട്ട് സെറ്റ് ചെയ്ത് പോയി അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെ ആ 2 സൈഡിൽ നിന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ കണ്ടു ഭയങ്കര പെൺകുട്ടികൾ. ലോട്ട് ഓഫ് പീപ്പിൾ സെഡ് ആ ബീച്ചിലുള്ളത് വോളിബോൾ ഷോട്ട് അല്ലല്ല അതൊന്നും ഇല്ല, അതിനകത്ത് റിയാക്ഷൻ ഒന്നും ഇല്ല. ഈസ് ജസ്റ്റ് പ്ലേയിങ്. ബീച്ചിലൊരു സ്ത്രീ നടന്നു വരുമ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞ സ്റ്റേജിലല്ല, ഞാൻ പറഞ്ഞു 5 പേര് ഒരാണ് 5 പേരെ ട്രൈ ചെയ്തിട്ട് വർക്കൗട്ട് ആകാതെ ലാസ്റ്റ് വന്ന ആള്. ആദ്യം കണ്ട ഒരാൾ ഞാൻ പ്രീവിയസ് ഡേ ഇതേപോലെ ഒരു റെസ്റ്റോറൻറ്റിൽ, ഒരു ഭയങ്കര ഫാൻസി റെസ്റ്റോറൻറ്റ് പോയി. അപ്പോൾ അവിടുത്തെ മാനേജർ കെയിമിൻ ഒരു വലിയ കട്ട ടീം, ടോൾ, ആൻഡ് ഈസ് ഓൺലി ടോക്കിംഗ് ഇംഗ്ലീഷ്. സംസാരിക്കാൻ കണ്ട് ഞാൻ അപ്പോൾ എൻ്റെ തലയിൽ കൂടെ പോയി. ഈ കട്ട ഞെട്ടിയാ അതിന് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാര്യം ബലം പിടിച്ചിരിക്കുന്ന മനുഷ്യൻ, പുള്ളി ഞെട്ടും ഉറപ്പായിട്ടും. നമുക്ക് ചിലരുടെ സംസാരം കണ്ടാൽ അറിയാലോ, ഇറ്റ്സ് ഓൾ ജസ്റ്റ് ദ കവർ ആൻഡ് ഇൻസൈഡ് അത് വേറെ മനുഷ്യനാണെന്ന് നമുക്ക് കണ്ടറിയാം. 2 മിനിറ്റ് സംസാരിച്ചാൽ മതി. ദിസ് ഇസ് ദ ഗൈസ്, ജസ്റ്റ് ആസ്കിങ് ടു ബട്ട് ജസ്റ്റ് ടെൽ ഹിം. ബീച്ചിൽ ഞാനെന്തോ ബീച്ചിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ആൾക്കാരൊക്കെ ജോഗിങ്ങിന് പോകണം. അപ്പോൾ അതേപോലെ ആസ്കിം ടു ജസ്റ്റ് കം, ഒന്ന് ജോഗ് ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞ് വിട്ടേക്കാം. പുള്ളി ബലം പിടിച്ചു ഐ ഡോണ്ട് ഹാവ് ടൈം എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പുള്ളി സമ്മതിച്ചു. പുള്ളി ഓടി. മലയാളിയാണ് പുള്ളി, മലയാളം പറയല, ജമ്മത്ത് പറയല, പുള്ളി കട്ടയ ഓടി. അപ്പം നമ്മുടെ കാരവൻ ക്രൂ ഒക്കെ വളരെ ദൂരെ. അപ്പോൾ എസാക്കിന് ഞാൻ ചെറിയൊരു വണ്ടിയിലായിരുന്നു തിരിയണേ. അവിടെ പറഞ്ഞു കറക്റ്റ് ഫ്രെയിം എനിക്ക് 5 ക്യാമറ ഉണ്ട്, അതെല്ലാം ലോങ് ലെൻസിലെ പല സ്ഥലത്തും. അവിടെ ഈ ഓടുന്നവരൊന്നും ഒന്നും കാണാൻ പറ്റില്ല. അതെങ്ങനെ ഷൂട്ട് ചെയ്യും? ലൈക്ക് നമ്മൾ കാണുമ്പോഴത്തേക്കും ഇറ്റ്സ് ഓൾ ഹിഡൻ ബിഹൈൻഡ് സംതിങ് വിത്ത് എ ഹോൾ ലോങ് ലെൻസ്. യു ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. അവിടെ എന്തോ ടെൻറ്റ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ആൻഡ് ഐ തിങ്ക് യു ക്യാൻ ലീവ്. സോ പുള്ളി വണ്ടിയുടെ പുറകിൽ നിന്ന് കയറി ജോയിൻ ചെയ്തു. നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ആ റണ്ണിനെ. അങ്ങനെ പോയി കുറേ ഉണ്ട്. പുള്ളി കട്ടയായതുകൊണ്ടേ പുള്ളി തിരിയൂല. പുള്ളി ഇപ്പോൾ സൈഡിൽ പുള്ളി നോക്കില്ല, പുള്ളി ഇങ്ങനെ പോകും. കാര്യം പുള്ളിയുടെ തലയിൽ കൂടെ പോണു. എന്നെ ആരും ഷൂട്ട് ചെയ്യുമ്പോൾ ഇവൻ ആരാന്നുള്ള പുള്ളി ഞാൻ സത്യമായി പറയണേ. അപ്പം ഇതിന് റഷസൊക്കെ കണ്ട് ഞാൻ എത്ര ചിരിച്ചെന്നു. അപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് SRK ഒന്ന് പുഷ് ചെയ്യും പുള്ളിനെ. എന്തെങ്കിലും നോക്കടാന്നുള്ള രീതിയിൽ പുള്ളി നോക്കില്ല, പുള്ളി വീണ്ടും ഓടും. അങ്ങനെ അവസാനം ലാസ്റ്റ് മിനിറ്റ് അപ്പുറത്ത് ഫേസ് ചെയ്യുന്ന ക്യാമറയുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഓടാൻ പറ്റില്ല. സോ ഈ സ്റ്റോപ്ഡ്. ഐ ഓൾസോ സെഡ് ഓക്കെ കട്ട് ഇറ്റ്. പുള്ളി നിർത്തിയൊക്കെ കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കി കട്ടൊക്കെ ചെയ്ത് പുള്ളി ക്യാമറ എടുത്ത് നിൽക്കുക. പുള്ളി അവിടെ എണീറ്റിരുന്ന് കുറച്ച് നേരം. എന്നിട്ട് പുള്ളിയായിട്ട് നടന്നു വന്നിട്ട് പുള്ളി why didn't you look at I was just trying to. He said you didn't tell me that it was with you. And I said why will I tell you, that's the whole idea. And then you lost the chance now. അപ്പോൾ ഇന്നലെ കണ്ട കട്ടയൊക്കെ പോയി, പുള്ളി നോർമലായി, എല്ലാം തളർന്നു. പുള്ളി എല്ലാം കൊല്ലം എങ്ങനെയായി മാൻ ഷിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് 2ാമതൊരാളെ അയച്ചു, 3ാമതൊരാളെ അയച്ചു, 4ാമത്തെ ലേഡിയാണ്. അത് ഞാൻ പ്രതീക്ഷിച്ച ഐ വോണ്ടഡ് എ ബിറ്റ് മോർ. കാര്യം പുള്ളി കാണിച്ചൊക്കെ ഈ നിലത്തൊക്കെ ഇരുന്നിട്ടേ വീണ്ടും എണീറ്റ് നിന്നിട്ട് പിന്നെയും ബാലൻസ് പോകുന്ന അവസ്ഥ ഞാൻ കണ്ടതാ. അതൊന്നും കിട്ടിയില്ല എനിക്ക്. ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. സോ ദാറ്റ് വാസ് 4th. സോ എവ്രിതിങ് ഞാൻ പറയട്ടെ, ആ ഫിലിമിൽ കാണുന്ന ഒരു റിയാക്ഷൻ പോലും ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് യു. ഒരാളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ നടക്കണ കേസല്ല. ഇംപോസിബിൾ. ജസ്റ്റ് ഫർഗെറ്റ് അബൌട്ട് ഇറ്റ്. SRK എത്ര ദൂരം ഓടി, അതിന് എത്ര തവണ അദ്ദേഹം ചെയ്തല്ലേ? It's just, I mean, they're professional actors. It's just when something is exciting, they'll be with you throughout. And true sport. Impossible. I can't think of
He's so good. നല്ലൊരു ഹ്യൂമൻ ബീയിങ് കൂടെ അൺബിലീവബിൾ. ശരിക്കും ആ ഒരു ക്യാരക്ടർ ആൻഡ് കാരിസ്മ. You just want to spend time with him. As a human being, I just want to be with him most of the time because അൺബിലീവബിൾ. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് he's where he is today. ബാദ്ഷാ. സീരിയസ്ലി ശരിക്കും നമ്മൾ അട്രാക്റ്റഡ് ആയി പോകുന്ന ഒരു ക്യാരക്ടർ. എല്ലാം കൊണ്ട് പെരുമാറ്റം, ടേക്കിംഗ് കെയർ ഓഫ് പീപ്പിൾ, ഒരാളുടെ പേര് മറക്കില്ല. അൺബിലീവബിൾ. 4 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാകാത്ത അവസ്ഥയും വരാം. ഒരു ഫുട്ടേജ് പോലും എനിക്ക് എഡിറ്റ് ചെയ്യാനില്ല. കാര്യം ഞാൻ പറയട്ടെ, ഞാനപ്പോൾ പുള്ളിയെടുത്തും പറഞ്ഞു, ഇൻഫാക്ട് ഇത് how it is, no? There are chances that I may not have a film. He said, I was also thinking, what happens if they don't react at me? പുള്ളിക്ക് റിയാക്ട് ചെയ്തില്ലെങ്കിൽ what are you saying? They will. പക്ഷേ there will be some of them. അവനിപ്പോൾ ഷാറൂഖ് ഖാനാണ്, ഞാൻ റിയാക്ട് ചെയ്യുന്ന കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ ആ മൊമെൻറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് റീക്രിയേറ്റ്. അപ്പം ഞാൻ ഈ ഓരോ സെറ്റപ്പിനും 4 ബാക്കപ്പ് ഉണ്ടായിരുന്നു. പ്ലെയിനിന് വേറെ റൂമുകളിൽ വേറെ സെറ്റപ്പ്, അവരിവരും ഇൻട്രാക്ട് ചെയ്യാത്ത രീതിയിൽ എനിക്ക് 4 ബാക്കപ്പ് ഉണ്ടായിരുന്നു. ഇത് വർക്ക് കഴിഞ്ഞാൽ അടുത്ത ടീമിനെ കൊണ്ടുവരും. അടുത്തൊരു 18 പേര് വന്നവർ അവിടെ ഇരിക്കും. റെസ്റ്റോറൻറ്റിലും അതേപോലെ. റെസ്റ്റോറൻറ്റിൻ്റെ അകത്തൊക്കെ ആ റെസ്റ്റോറൻറ്റിൻ്റെ പില്ലറിൻ്റെ അകത്തൊക്കെയാണ് ക്യാമറ ഇരിക്കുന്നത്. എനിക്ക് ആരും റിയാക്ട് ചെയ്യുന്നു അറിയില്ല. അവിടെ റിയാക്ട് ചെയ്ത് അങ്ങോട്ട് പാൻ ചെയ്യണം, അല്ലാതെ പോയി. അത് ചില സമയത്ത് 3 ക്യാമറ ഒരു സ്ഥലത്ത് ഇവിടെ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കും, അവിടെ എന്തെങ്കിലും നടന്നു ഇങ്ങനെ മൊനയിൽ നിൽക്കുന്ന അവസ്ഥയാണ്. കാര്യം ആ മൊമെന്റ് അങ്ങോട്ട് പോയാൽ പിന്നെ നമുക്ക് ഇതിങ്ങനെ പുള്ളിനെ വെച്ച് ദിവസങ്ങളോടൊക്കെ ഷൂട്ടിന് വേറെ പണിയില്ലേ, വേറെ ഓരോ കാര്യങ്ങൾ. എത്ര ദിവസം കൊണ്ട് ചെയ്തായിരിക്കും? ഇത് ഞാൻ 2 ദിവസം കൊണ്ട് തീർത്തു. 2 days. അതാണ് നമുക്ക് 5 days 5.7 million അന്ന് കിട്ടിയെന്ന്. അതെ. അത് ഒബ്വിയസ്ലി ഓൾസോ പുള്ളിയുടെ വാല്യൂ, ഫിലിമിൻ്റെ ഒരു ഐഡിയയും ഒക്കെ എല്ലാം ഉണ്ടല്ലോ. അതാണ് പറയണത്. ചില സമയത്ത് നമ്മുടെ കൂടെ ചില ഷോട്ടൊക്കെ എടുക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കും, ആരെങ്കിലും ഉണ്ടായിരുന്നു, ഇതെങ്ങനെ സംഭവിച്ചു, ഞാനൊന്നും ചെയ്തില്ല, ഇതെങ്ങനെ ഈ ലെവലിൽ. പല സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, പല സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. How did that happen right now? I didn't plan for it. This is job is done. Wow. Pack up. You brought the pug revolution in India. ആ പഗ് എന്ന് പറഞ്ഞ ആ ഒരു പട്ടിക്കുഞ്ഞിനെ ഇന്ത്യക്കാർ അറിയുന്ന സാറിൻ്റെ ഒരു ആഡിലൂടെയാണ്. സാർ എങ്ങനെയാണ് പഗിനെ കണ്ടുപിടിച്ചത്? അല്ല, ഇനിഷ്യലി എനിക്ക് 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആദ്യം മീറ്റിങ്ങിൽ. കാര്യം ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ബ്രാൻഡിൻ്റെ ഫേസ് ആകാൻ പോകുന്ന വെന്യൂസിങ്. Okay, now the next season the face of the brand is Deepika Padukone അല്ലെങ്കിൽ Mr. Bachchan or Sachin Tendulkar and all that. And നമ്മൾ പറയുന്ന പട്ടിയാണെന്നാണ് ബ്രാൻഡിൻ്റെ ഫേസ്. ഒന്ന് ആലോചിക്കുക for someone to say okay go ahead and do it എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ was ഫോക്സ് ടെറിയർ. ഫോക്സ് ടെറിയർ. ഓക്കെ. ഫോക്സ് ടെറിയറിന് മാസ്കിലൊക്കെ ഉണ്ട്, ഭയങ്കര ഹ്യൂമൻ ഇമോഷൻസ്, റിയാക്ഷൻ, പെട്ടെന്ന് ഞെട്ടി അതെന്താ അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കും. അങ്ങനത്തെ മുഖമൊക്കെ ഉള്ള അപ്സെറ്റ് ആവും, സാഡായിട്ടിരിക്കും, പിണങ്ങും ഒക്കെ ശരിക്കും മുഖത്തുണ്ട്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒട്ടും ഫാൻസി ആയിട്ടുള്ള ഡോഗല്ല. അപ്പോൾ എനിക്ക് എനിത്തിങ് വിച്ച് ഇസ് ഫാൻസി ഇൻ ഫിലിം എനിക്ക് പ്രശ്നമാണ്. അപ്പോൾ ഐ ട്രൈ ടു ടോൺ ഡൗൺ. അപ്പോൾ ആ സമയത്തൊക്കെ അഡ്വർടൈസിങ്ങിൽ നമ്മൾ കണ്ടുവരുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗോൾഡൻ റിട്രീവർ ഒക്കെ ഇങ്ങനെ അതങ്ങനെ ഞാൻ ജസ്റ്റ് വോണ്ടഡ് എ നോർമൽ ഡോഗ്. അപ്പോൾ ഫോക്സ് ടെറിയർ കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു സ്ട്രീറ്റ് ഡോഗ് പോലെ ഇരിക്കുള്ളൂ, പക്ഷെ ഭയങ്കര ക്യൂട്ടും ഭയങ്കര എക്സ്പ്രഷനുമാണ്. അത് വർക്ക്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ വാസ് പഗ് എന്നാരും കണ്ടിട്ടില്ല. പക്ഷെ ഫോക്സ് ടെറിയറായിട്ട് ഒരു ദിവസം മുഴുവൻ ഒരു രീതിയിലും അനങ്ങണില്ല, ഫ്രെയിമിൽ വരണില്ല. എനിക്കുണ്ടായിരുന്ന ഓപ്ഷണൽ പഗ് ഡിൻ ഓൾസോ വർക്ക്. ഞാൻ ആകെ അപ്സെറ്റായിട്ട് തിരിച്ച് മുറിയിൽ പോയി. ഐ തിങ്ക് സ്നേഹ ആൻഡ് ദി എൻറ്റയർ പ്രൊഡക്ഷൻ ടീം, ഐ റിമെമ്പർ അവരെൻ്റെ ഒരു 5-5:30 വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ അപ്സെറ്റായിട്ട് കിടന്ന കാര്യം എങ്ങനെ എത്തുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ആരെടുത്ത് പോയി എന്ത് പറയും, ഒരു ഷോട്ടും കിട്ടുന്നില്ല. സ്റ്റോറി ബോർഡിലാണ് കോംപ്ലിക്കേറ്റഡ് സ്റ്റഫ്. സ്റ്റെപ്പ് കയറുന്നു, അതിൻ്റെ പുറകിൽ പോകുന്നു, ഇവൻ ചാടുന്നു, പട്ടി ചാടുന്നു, എല്ലാം ഡീറ്റെയിൽ. അവസാനം മലന്ന് കിടക്കുന്നു, പട്ടിയും മലന്ന് കിടക്കുന്നു സൈഡിൽ. ഇതൊക്കെ ഞാൻ എവിടെ ഇനി എങ്ങനെ ഷൂട്ട് ചെയ്യും? ഒരു ദിവസം കഴിഞ്ഞ് ഒന്നും കിട്ടിയിട്ടുമില്ല. അപ്പോൾ എൻ്റെ ഡോറിൽ നോക്ക് ചെയ്ത് തുറന്നപ്പോഴത്തേക്കും അവർ ഗോവയിൽ നിന്ന്
ചീക്ക എന്ന് പറഞ്ഞ പേരുള്ള പകിനെ കൊണ്ടുവന്നിട്ട് വാട്ട് യു തിങ്ക്. ഐ സെഡ് ലുക്സ് ദ സെയിം, വെരി ക്യൂട്ട്, പക്ഷേ ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻടു ഇറ്റ്, ലെറ്റ് മീ ജസ്റ്റ് ഡു സംതിങ് എന്ന് പറഞ്ഞ് ഞാൻ ആ പട്ടിയെ കുറച്ച് നേരം കളിച്ചു അവിടെ ഗാർഡനിൽ ഹോട്ടലിൽ. അപ്പോൾ ഒരു എനർജി വൈബ് കിട്ടി. അപ്പം തന്നെ ജയറാം എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു, എൻ്റെ നെയ്ബറായിരുന്നു ആ പകലിലെ പയ്യൻ. ജസ്റ്റ് ഇമീഡിയറ്റ്ലി വെന്റ് ടു വൺ ലൊക്കേഷൻ ആൻഡ് ആസ്ക്ഡ് ഹിം ടു വാക്ക് ആൻഡ് ഹി സ്റ്റാർട്ടഡ് വാക്കിംഗ് ആൻഡ് ഐ ഗോട്ട് എ ഷോട്ട് ദാറ്റ് ഈവനിങ്. പിന്നെ നെക്സ്റ്റ് ഡേ ഓൺ വാസ് ഫാന്റാസ്റ്റിക്. എല്ലാ ഷോട്ടും ഒരു രക്ഷയില്ല, ചീക്കി പൊളിച്ചു. ചീക്കി എവിടെ ഇപ്പോ? ജയറാം എന്ത് ജയറാം ഇസ് ഇൻ US. വലിയ ആളായി. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം മുമ്പ്. വലിയൊരു മനുഷ്യൻ, ഒരു ബന്ധമില്ലാത്ത ഗുഡ് ലുക്കിംഗ് ഹാൻസം ഫെലോ. സാർ 25 years ആയി. സാറിന്റെ ഏറ്റവും ആദ്യം ഇനീഷ്യൽ ആഡ് എന്ന് പറയുമ്പോഴത്തേക്കും VKP സാറിനെ അസിസ്റ്റ് ചെയ്ത സ്റ്റോറിയാണ്. VKP സാറിൽ സാറ് കണ്ട് ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? VKP ഒരു ഭീകര ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ശരിക്കും ഹാർഡ് കോർ ക്രിയേറ്റീവാണ്. ബിക്കോസ് ഞാൻ ആദ്യമായിട്ട് ഞാൻ അത്ര എനർജി ഉള്ളൊരു മനുഷ്യനെ ഞാൻ ഇന്നും ഫോണിൽ സംസാരിക്കുമ്പം ഹി ഈസ് എക്സാക്ട്ലി ദ സെയിം. ദ തിങ് ഈസ് ഇറ്റ്സ് ഗുഡ് ഫൺ ടു ബി വിത്ത് ഹിം ബിഹൈൻഡ് ദ ക്യാമറ. കാര്യം ഹിസ് സെൻസ് ഓഫ് ഹ്യൂമർ ഇസ് അൺബിലീവബിൾ. കുറേ കഴിയുമ്പോൾ ഇത് തന്നെയായിരിക്കും. യു വിൽ ഹാവ് ടു ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് ലെവൽ. അതൊന്ന്. പിന്നെ ദോസ് ഡേയ്സ് എസ്പെഷ്യലി വെൻ ഐ വാസ് വർക്കിംഗ്, പെട്ടെന്നാണ് പുള്ളിയുടെ ഓരോ കാര്യങ്ങൾ വരികയും പിന്നെ ചില കാര്യങ്ങൾ ഞാൻ പുള്ളിയിൽ നിന്ന് ആ സമയത്ത് മനസ്സിലാക്കി. എനിക്ക് താല്പര്യമുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ അന്ന് അതിൽ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ അഡ്വർടൈസിങ് ആ സമയത്തൊക്കെ ഞാൻ പറയുന്നത് ഇപ്പോൾ 98, 96, 98, 99 ജനറലി നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഗ്ലോസി ആയിരിക്കും. ഇതാണ് സാധനം, ഇത് ഞാൻ വിൽക്കുന്നു, അതൊന്ന് ചമക് ചമക്. അതെ അതൊന്ന്. അത് ഐഡിയ, അതെൻ്റെ ഐഡിയ. ഇപ്പോൾ എക്സിക്യൂഷൻ നോക്കിയാൽ ദ മോസ്റ്റ് ഗുഡ് ലുക്കിംഗ് പെർഫെക്റ്റ് ജോ ലൈനുള്ള ആൾക്കാർ, യു മേ നോട്ട് സീ ദം പെർഫോമിങ്. പിന്നെ ഒരു റൂമുണ്ട്, എല്ലാം ലൈറ്റ് ചെയ്തിരിക്കും, ഒക്കെ ഗ്ലോസി ആയിരിക്കും. അപ്പോൾ എവിടെയോ ഒരു ഡിസ്കണക്ട് എനിക്ക് പണ്ടേ തോന്നിയിരുന്നു, അപ്പാർട്ട് ഫ്രം വെരി ഫ്യൂ ഫിലിംസ്. ഞാൻ VKPയുടെ കൂടെ ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഐ സോ ഹിം, ഹി ഈസ് ഡിഫറെൻറ്റ്. കാര്യം പുള്ളി വളരെ കാഷ്വലായിട്ടൊക്കെ ലൈറ്റൊന്നും ഇല്ലാതൊക്കെയാണ് ചില റൂമിലൊക്കെ ഇതിങ്ങനെ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ദിസ് നോട്ട് ബാഡ്. ഞാൻ ഇന്നും ഇൻഫാക്റ്റ് ഐ കണ്ടിന്യൂ ടു ഡു ഇഫ് ദർ ഇസ് എ പോസിബിലിറ്റി. ഒരു സാധാരണ കഥ പറയുന്ന ഒരു ഫിലിമാണെങ്കിൽ ഐ സ്റ്റിൽ ട്രൈ ടു സ്റ്റിക്ക് ടു ദാറ്റ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇൻഫാക്ട്. പിന്നെ പെട്ടെന്ന് ഇപ്പോൾ VKP എടുത്തൊരു ഐഡിയ ബൗൺസ് ചെയ്താൽ ടക്കെന്ന് തിരിച്ചൊരു റെസ്പോൺസ് വരും. മേ ബി അതിലൊരു ആംഗിൾ ഉണ്ട്. സോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇൻഫാക്ട്. ആൻഡ് ഐ ഹാഡ് മൈ ബെസ്റ്റ് ടൈം വാസ് ആക്ച്വലി വിത്ത് ഹിം. ആ ഒരു 3.5 വർഷം VKPയും NPയുടെ കൂടെ വാസ് ഫാന്റാസ്റ്റിക്. ആ സമയത്ത് ചെയ്ത ആഡ്സ് ഓർമ്മയുണ്ട് സാറിനെ അസിസ്റ്റ് ചെയ്ത? ഞാൻ അന്നൊക്കെ ചെയ്ത കുറേ കാര്യം. ടൈറ്റൻ ഉണ്ടായിരുന്നു, കിസാൻ, രാഹുലിനെ വെച്ച് ജാം അതൊക്കെ ആ സമയത്തെ പോപ്പുലർ. മോസ്റ്റ്ലി ഓൾ ലീവേഴ്സിലെ കുറേ ബ്രൂ, ലോട്ട് ഓഫ് ഫിലിംസ് അതൊക്കെയാണ്. കാര്യം അതൊക്കെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു മോസ്റ്റ്ലി ഓൾ ഓഫ് ദോസ്. ഒരു പരസ്യം സക്സസ് ആവണമെങ്കിൽ, ആളുകളുടെ മനസ്സിലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? എന്തൊക്കെയായിരിക്കും അതിൻ്റെ ഒരു ബ്രൗണി പോയിന്റ്സ്? ഐ തിങ്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് എൻ ഐഡിയ. ഒരു ഐഡിയ തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം അത് ആ ബ്രാൻഡുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകണം. അതിനെന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാവണം, കണക്റ്റഡ് ടു ദ ബ്രാൻഡ്. പിന്നെ എന്നെ സംബന്ധിച്ച് ആസ് എ ഫിലിം മേക്കർ, ഇവൻച്വലി നമ്മളാണല്ലോ അത് നരേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അധികം കാര്യങ്ങൾ പറയാതിരിക്കുക. ഒരേ ഒരു കാര്യം മാത്രം പറഞ്ഞാൽ, മൾട്ടിപ്പിൾ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, എസ്പെഷ്യലി ജീവിതത്തിൽ ആൾക്കാർ നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് ഒരാളെ ഒരു ബ്രാൻഡ് പറഞ്ഞ് ഏൽപ്പിക്കുന്ന സമയത്ത് അത് എൻഗേജിങ് ആകണമെങ്കിൽ ഒരു കാര്യം പറയാം. അത് മാത്രമേ ഞാൻ ഇപ്പം എനിക്കൊരു സ്ക്രിപ്റ്റ് വന്നാലും അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഒരു കാര്യം കീ അത് മാത്രം എടുത്തിട്ട് ഞാൻ റീസ്ട്രക്ചർ ചെയ്യാം. That's what I try to do all the time. നസ്രിയ ഈ കഴിഞ്ഞ വർഷത്തെ ക്യാമ്പയിനിലാണ് രണ്ടുപേരും കൂടെ ടു ഗുഡ് ദേ. ഒരു രക്ഷയില്ലാത്ത നമ്മുടെ കൂടെ നിൽക്കും. എന്ത് വേണമെങ്കിലും, ഇനിയും റിപ്പീറ്റ് ഒരു ടേക്ക് വേണം, അല്ലെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഞാൻ ഞെട്ടിയത് ദീപികയുടെ ഒരു ഓയിലിന്റെ ഒരു ഇതാണ്. ഒരുപാട് ഉണ്ടാവും.
എനിക്ക് എപ്പോഴും എണ്ണ തേച്ചിട്ട് ഇവരുടെ മുടി എങ്ങനെയാണ് സിൽക്കി ആവുന്നത്? ലോകത്തെ എല്ലാ എണ്ണയും സ്റ്റിക്കിയാണ്. അപ്പൊ അഡ്വർടൈസിംഗിൽ കുറച്ച് എക്സാജുറേഷൻ ഉണ്ടാവും. ഞാൻ ശരിക്കും സിനിമാക്കാരനാ, ഞാൻ ശരിക്കും പരസ്യമല്ല സത്യത്തിൽ. ഞാൻ